ദൈവത്തിൻ്റെ അനന്തമായ കരുണ വിഭാവനം ചെയ്ത മഹത്തായ രക്ഷാകര പദ്ധതിയിൽ സകല മനുഷ്യരും സ്വർഗത്തോട് കൂട്ടിച്ചേർക്കപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ആദിമാതാപിതാക്കൾ മുതൽ ഇന്നോളം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സകല ആത്മാക്കളും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അനന്ത മഹത്വത്തിൽ പങ്കാളികളാകണമെന്നതാണ് അവിടുത്തെ ഹിതം. ആ വലിയ രക്ഷാകര പദ്ധതിയിൽ ദൈവപുത്രനൊപ്പം അണിചേരുന്ന അനേക ശുശ്രൂഷകർ, അവരെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് ദൈവം മെനഞ്ഞെടുക്കുന്നു. അവരുടെ സമർപ്പണത്തിലൂടെ അനേക ആത്മാക്കൾ സ്വർഗത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. മെത്രാൻ സ്ഥാനത്ത് 1/4 നൂറ്റാണ്ട് തികയ്ക്കുവാനൊരുങ്ങുന്ന പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് തൻ്റെ വ്യക്തിത്വവും ജീവിതശൈലിയും കൊണ്ട് വ്യത്യസ്തനാണ്. 2 പതിറ്റാണ്ടുകളിലായി പാലക്കാട് രൂപതയുടെ ഇടയനായി തുടരുന്ന അദ്ദേഹം ആ സമൂഹത്തെ ഇന്ന് കാണുന്ന ആത്മീയ ഔന്നത്യത്തിലേക്കും ഭൗതിക വളർച്ചയിലേക്കും നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അഭിമന്യ പിതാവിൻ്റെ വിദ്യാഭ്യാസ കാലത്തുടനീളം ഒരു മികച്ച മാതൃകാ വിദ്യാർത്ഥിയായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്നും ഒന്നാമനായി നിലനിൽക്കുവാനുള്ള വലിയ കൃപ ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നത് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. ഒരിക്കലും ശോഭ കുറയാതെ പഠനത്തിൽ മുന്നേറിയ അദ്ദേഹം പിൽക്കാലത്ത് കേരള സഭയിലെ മികച്ച പണ്ഡിതരിൽ ഒരാളായി ഗണിക്കപ്പെട്ടു. അഭിമന്യ മനത്തോടത്ത് പിതാവിൻ്റെ ബാല്യകാലത്ത് ദൈവനിശ്ചിതമായ ഒരു ശുശ്രൂഷാ വീഥിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുവാൻ പ്രേരകമായ പ്രധാനപ്പെട്ട ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ വായനാശീലമാണ്. ചെറുപ്പത്തിൽ സമ്മാനമായി ലഭിക്കുമായിരുന്നതും ദേവാലയത്തോട് ചേർന്നുള്ള ലൈബ്രറിയിലുണ്ടായിരുന്നതുമായ അനേക ഗ്രന്ഥങ്ങൾ ആ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഓരോ ആത്മാവിനെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതികൾ യഥാസമയം വെളിപ്പെടുത്തപ്പെടുന്നതിനാവശ്യമായിരിക്കുന്നത് അവരുടെ അർപ്പണ മനോഭാവവും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള തീരുമാനവും മാത്രമാണ്. മറ്റാരും ഗ്രഹിക്കുന്നില്ലെങ്കിലും എല്ലാം അറിയുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യഥാസമയം ദൈവഹിതം വെളിപ്പെടുന്നു. അഭിമന്യ മനത്തോടത്ത് പിതാവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തനാകുവാനുള്ള വലിയ ക്ഷണം അദ്ദേഹവും ചുറ്റുമുള്ളവരും തിരിച്ചറിഞ്ഞത് യാദൃച്ഛികമെന്ന വിധമാണ്. അപ്പോൾ SSLC പാസ്സാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പാസ്സാകുന്നതിന് മുമ്പ് ഏതെങ്കിലും സെമിനാരിയിലേക്ക് അപേക്ഷയൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്കതേപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അപേക്ഷയൊന്നും കൊടുത്തില്ല. ആരുമായിട്ട് അതേപ്പറ്റി കൺസൾട്ട് ചെയ്യുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കസിൻ ഒരു വിൻസെൻഷ്യൻ സഭാംഗം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഈ താല്പര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. അദ്ദേഹം വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിൻസെൻഷ്യൻ സഭയിൽ ചേർന്ന് വൈദികനാകാൻ വേണ്ടി ഒരപേക്ഷ കൊടുക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കൊടുക്കാം. കാരണം ഒരു വൈദികനാകണം എന്നതല്ലാതെ ഒരു സഭയിൽ ചേർന്ന് സന്യാസഭയിൽ ചേർന്ന് വൈദികനാകണോ, രൂപതയിൽ ചേർന്ന് രൂപതാ വൈദികനാകണമോ
എന്നതിനെ പറ്റിയൊന്നും എനിക്ക് വ്യക്തമായിട്ടുള്ള ആശയമില്ലായിരുന്നു. ഇദ്ദേഹം ആ സഭയിൽ ചേർന്ന് വൈദികനാകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു, അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മറുപടിയും കിട്ടി ഇൻ്റർവ്യൂവിന് വരാനായിട്ട്. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ബിയാരിച്ചിൻ്റെ എഴുത്തും കൂടി കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കാർഡുമായിട്ടാണ് ബിയാരിച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ബിയാരിച്ചന് ഈ ഇൻ്റർവ്യൂ കാർഡുമായിട്ട് ഞാൻ ചെന്നപ്പോൾ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തോട് ഞാൻ ഒരു വാക്ക് പോലും അതിനു മുമ്പ് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തോട് ആലോചിക്കേണ്ടതായിരുന്നു, ഇങ്ങനൊരു താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തോട് പറയേണ്ടതായിരുന്നു, ഈ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാതിരുന്നതിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൻ്റർവ്യൂവിന് പോകണ്ട, നീ ഇവിടെ നിൽക്കും, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് മാത്യു പഴയമടം എന്നാണ്, മരിച്ചുപോയി. നല്ലൊരു വൈദികനായിരുന്നു അദ്ദേഹം, ഫാദർ മാത്യു പഴയമടം. അഭിവന്യ മനത്തോടത്ത് പിതാവിന്റെ ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധാത്മ പ്രേരിതമായ ഒരു വിവേചനം വെളിപ്പെട്ടത് അദ്ദേഹത്തിന്റെ വികാരി അച്ഛനിലൂടെയാണ്. യാദൃച്ഛികമെന്നോണം വിൻസെന്റ്യൻ സഭയിൽ ചേരുവാനൊരുങ്ങിയ അഭിവന്യ പിതാവിന്റെ വഴിയിൽ വികാരിയച്ഛൻ ഇടപെട്ടത് തികച്ചും ഒരു മഹത്തായ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിരൂപതയ്ക്കു വേണ്ടിയുള്ള വൈദികാർത്ഥികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലും ക്രാന്തദർശിയായ ആ വൈദികന്റെ ഇടപെടൽ നിമിത്തം മനത്തോടത്ത് പിതാവിന് എറണാകുളം സേക്രഡ് ഹാർട്ട് മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേരുവാനുള്ള അവസരമൊരുങ്ങി. എൻ്റെ മാതൃരൂപത എറണാകുളമാണ്. ഇപ്പോൾ അത് എറണാകുളം അങ്കമാലി എന്ന പേരിലാണ് അറിയപ്പെടുക. അന്ന് എറണാകുളം അതിരൂപത. അതിരൂപതയിലെ മെത്രാപ്പൊലീത്ത അന്ന് അദ്ദേഹം ആർച്ച് ബിഷപ്പായിരുന്നു. ആർച്ച് ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിലായിരുന്നു. ഈ വികാരിച്ചൻ പാറേക്കാട്ടിൽ പിതാവിൻ്റെ അടുത്ത് ചെന്നു. എന്നെപ്പറ്റി അദ്ദേഹം പിതാവിനോട് സംസാരിച്ചു. പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ, അപേക്ഷയ്ക്ക് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നില്ലേ? വികാരിച്ചൻ എന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അവൻ അറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് സമയത്ത് അപേക്ഷ സാധിക്കാതെ പോയതാണ്. ബഹുമാനപ്പെട്ട ആ വികാരിച്ചൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ ശക്തമായി ശുപാർശ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാകണം പിതാവ് അദ്ദേഹത്തോട് എന്നെയും കൂട്ടി പിതാവിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. വികാരിച്ചൻ തിരിച്ചെത്തിയതിന് ശേഷം എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ തന്നെ നമുക്ക് പിതാവിനെ കാണാൻ പോകണം, നമുക്ക് ഒരുമിച്ച് പോകാം. എനിക്ക് സന്തോഷമായി. പിതാവ് എന്നോട് എൻ്റെ വീട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് അച്ഛനാകാൻ പോകുന്നത്? പിതാവ് ചോദിച്ച ചോദ്യം അതായിരുന്നു. അപ്പോൾ എന്ത് മറുപടി കൊടുക്കണമെന്നതിനെപ്പറ്റി ഞാൻ മുൻകൂട്ടി ആലോചിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ കൊടുത്ത മറുപടി ഇതായിരുന്നു, ഒരു വികാരിച്ചൻ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് ജീവിക്കുക, അതിനോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു വൈദികനായി തീരാൻ ആഗ്രഹിക്കുന്നത്. ഒരു വൈദികനായി ഒരു ഇടവകയിൽ സേവനം ചെയ്യുക, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പിതാവിനോട് ഞാൻ പറഞ്ഞു. പിന്നെ പിതാവിനോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു. SSLCയുടെ റിസൾട്ട് അപ്പോഴേക്കും വന്നിട്ടില്ലായിരുന്നു. SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ? പിതാവിനോട് ചോദിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, ഉറപ്പായിട്ടും കിട്ടും. പിതാവ് അത് കേട്ടപ്പോൾ സന്തോഷിച്ചു. പിതാവിന് എന്നോട് പറഞ്ഞു, നിൻ്റെ മുഖത്ത് ചെറിയ പാടുകളുണ്ടല്ലോ, സെമിനാരിയിലേക്ക് വരുമ്പോൾ ആ പാടുകളൊക്കെ മാറ്റിയിട്ട് വരണം. ഇതാണ് പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യം. ഞാൻ പറഞ്ഞു, അതിന് ശ്രമിക്കാം. പിതാവ് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറെക്കുറെ ഉറപ്പായി എന്നെ സെമിനാരിയിൽ പിതാവ് എടുക്കുമെന്ന്.
തികഞ്ഞ ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കിയിരുന്ന മനത്തോടത്ത് കുര്യൻ കത്രീന ദമ്പതികൾ അഭിവന്യ പിതാവിന്റെ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചവരാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ പൂർണ്ണമായും ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് മകനെ വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ദൈവവിളി തിരിച്ചറിഞ്ഞ് അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോഴും വലിയ സന്തോഷത്തോടെയാണ് അവർ അത് സ്വീകരിച്ചതെന്ന് അഭിവന്യ മനത്തോടത്ത് പിതാവ് സ്മരിക്കുന്നു. തനിക്കൊരിക്കൽ താങ്ങും തണലുമായി മാറുമെന്ന് പ്രതീക്ഷിച്ച മൂത്ത മകൻ വ്യത്യസ്തമായൊരു തീരുമാനം കൈക്കൊള്ളുന്നത് വേദനാജനകമായിരുന്നെങ്കിൽ പോലും ആ പിതാവ് ദൈവഹിതമായി കണ്ട് അതിനെ സ്വീകരിച്ചു. വീട്ടിലെ അമ്മയോടും ചാച്ചനോടും ഈ വിവരം പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ചാച്ചനും സന്തോഷക്കുറവൊന്നുമില്ലായിരുന്നു. പക്ഷേ ചാച്ചൻ ചിന്തിച്ചത് എനിക്കതിനുള്ള കഴിവുണ്ടോ, ഞാൻ അത്ര പൊക്കവും മണ്ണൊന്നും ഇല്ലാത്ത ഒരു പയ്യനായിരുന്നു, ഒരു വൈദികനായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ളതിനെപ്പറ്റിയുള്ള ആശങ്ക ചാച്ചനുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ഏറ്റവും മൂത്ത മകനായതുകൊണ്ട് ആ കുടുംബഭാരം ഏറ്റെടുക്കേണ്ട വ്യക്തി ഞാനാണല്ലോ എന്ന് തീർച്ചയായിട്ടും ചാച്ചൻ ചിന്തിച്ചു കാണും. അപ്പോൾ അല്പം ഒരു പ്രാപ്തി വന്ന ആൾ സെമിനാരിലേക്ക് പോകുമ്പോൾ ഈ ചാച്ചനെ സംബന്ധിച്ചിടത്തോളം ചാച്ചൻ്റെ ആ ഭാരം വർദ്ധിക്കുകയാണെന്ന് ചാച്ചൻ അറിയാമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ആശങ്ക ചാച്ചന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമായല്ലോ. അപ്പോൾ അത് ചാച്ചൻ എന്നോടൊന്നും പറഞ്ഞില്ല. ചാച്ചൻ എന്നോട് അതിനെപ്പറ്റി യാതൊന്നും സൂചിപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഈ ചാച്ചൻ പ്രതികരിച്ചു. അപ്പോൾ ആ ദൈവിക പദ്ധതി അതാണെങ്കിൽ അത് നിറവേറട്ടെ എന്നുള്ള രീതിയിലാണ് ചാച്ചൻ ചിന്തിച്ചത്. ചാച്ചൻ എന്നെപ്പറ്റി വളരെയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചാച്ചൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഈ മകനെപ്പറ്റി അദ്ദേഹത്തിനുണ്ടായ സ്വപ്നങ്ങളെക്കാൾ ശ്രേഷ്ഠമാണല്ലോ അവനെപ്പറ്റി ദൈവത്തിനുള്ള സ്വപ്നങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് യാതൊരു തരത്തിലും തടസ്സം പറഞ്ഞില്ല ചാച്ചൻ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചാച്ചൻ ചെയ്തത്. പക്ഷേ വിവരം അറിഞ്ഞപ്പോൾ, അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പലരോടും പറഞ്ഞു അതേപ്പറ്റി. പക്ഷേ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിവരം അറിഞ്ഞപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ചിലർ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു, ചിലർ പറഞ്ഞു എങ്ങനെയാണ് നിനക്കിത് സാധിക്കുക, ഒരു വൈദികനാവുക വളരെയേറെ ചിലവുള്ളൊരു കാര്യമാണ്, നിനക്കത് സാധിക്കുമോ, നിൻ്റെ കുടുംബത്തിനത് സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചവരുണ്ട്. എന്നെ നിരുത്സാഹപ്പെടുത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഒരു വൈദികനാകണമെങ്കിൽ ഒത്തിരി പഠിക്കണം, നിനക്ക് അത്രമാത്രം പഠിക്കാനൊക്കെ സാധിക്കുമോ, പ്രത്യേകിച്ച് ലത്തീനൊക്കെ പഠിക്കണം, ലത്തീൻ പഠനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവർ പറഞ്ഞു കേട്ടിരുന്നത്. അതുകൊണ്ട് ഇത്രയേറെ പഠിക്കണം, നിനക്ക് അത്രമാത്രമൊക്കെ പഠിക്കാനൊക്കെ സാധിക്കുമോ, ഈ വിധത്തിലുള്ള ചില അഭിപ്രായങ്ങളാണ് ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പക്ഷെ എനിക്കെന്തുകൊണ്ടോ എൻ്റെ ദൈവവിളി വൈദികാന്തസ്സിലേക്കാണ് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ ഇപ്രകാരമുള്ള ഈ നിരുത്സാഹപ്പെടുത്തുന്ന പ്രതികരണങ്ങളെ അത്രമാത്രം കാര്യമായിട്ട് എടുത്തില്ല. അഭിവന്യ മനത്തോടത്ത് പിതാവിന്റെ ജീവിതത്തിൽ എക്കാലവും തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ഈശോ അദ്ദേഹത്തെ വളർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയും രൂപതയും തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. ആദ്യമായി അദ്ദേഹം കടന്നുചെന്ന എറണാകുളം മൈനർ സെമിനാരിയും തിരുഹൃദയത്തിന്റെ നാമധേയത്തിലുള്ളതായിരുന്നു. താൻ അവിടെ കടന്നുചെന്നതിന്റെ അടുത്ത ദിവസം തിരുഹൃദയ തിരുനാളുമായിരുന്നുവെന്ന് വിസ്മയത്തോടെ അദ്ദേഹം സ്മരിക്കുന്നു. എക്കാലവും ഈശോ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് അവിടുത്തെ പ്രിയങ്കരനായ ഈ ശുശ്രൂഷകനെ വളർത്തിയത്. സെമിനാരിയിൽ ഞാൻ ചേർന്നത് ഒരു ജൂൺ മാസമായിരുന്നു, 16-ാം തീയതി ആയിരുന്നു ഞാൻ ഓർമ്മിക്കുന്നത്. 1963 ജൂൺ 16-ാം തീയതി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തിരുഹൃദയ തിരുനാളായിരുന്നു. സെമിനാരി തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ സെമിനാരിയാണ്, സേക്രഡ് ഹാർട്ട് സെമിനാരി. അന്ന് സെമിനാരി എറണാകുളത്തായിരുന്നു. ബിഷപ്സ് ഹൗസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള
ഒരു കെട്ടിടത്തിലായിരുന്നു സെമിനാരി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ ഇടവക ദേവാലയം തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ദേവാലയമായിരുന്നു. എൻ്റെ അതിരൂപത തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ അതിരൂപതയായിരുന്നു. ഞങ്ങളുടെ സെമിനാരിയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ സെമിനാരിയായിരുന്നു. അതുകൊണ്ട് തിരുഹൃദയത്തോടുള്ള ഒരു ഭക്തി, എൻ്റെ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഭക്തിയിൽ വളരാനായിട്ട് ആ സെമിനാരിയിലെ പരിശീലനം, അതുപോലെ തന്നെ അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വളരെയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു തിരുഹൃദയ തിരുനാളിന് തൊട്ട് മുൻപായിട്ട് സെമിനാരിയിൽ പ്രവേശിച്ചു. തിരുഹൃദയ തിരുനാൾ സ്വാഭാവികമായിട്ടും അവിടെ വളരെ ആഘോഷമായിട്ടാണ് നടത്തിയിരുന്നത്. ഒരു വർഷവും വളരെ ആഘോഷത്തോടെ ആചരിച്ചിരുന്ന തിരുനാളുകളിൽ ഒന്ന് തിരുഹൃദയ തിരുനാളായിരുന്നു. തൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിൻ്റെ നാളുകൾ ഏറെ അനുഗ്രഹപ്രദമായ ഓർമ്മകളായി അഭിമന്യ പിതാവ് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മാതൃകാപരമായ ജീവിതം നയിച്ചിരുന്ന അധ്യാപകർ, സ്നേഹവും സന്തോഷവും പങ്കുവച്ചിരുന്ന സഹപാഠികൾ, അനുഗ്രഹീതവും പ്രാർത്ഥനാ നിർഭരവുമായ സെമിനാരി അന്തരീക്ഷം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തെ ആത്മീയമായി വളർത്തി. എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ വളരെയേറെ കൃതജ്ഞതയോടുകൂടിയാണ് അനുസ്മരിക്കുന്നത്. അവരുടെയൊക്കെ ജീവിത മാതൃക എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുരുഭൂതരുടെ മാതൃക, കുടുംബം കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ഗുരുഭൂതര. ദൈവാനുഗ്രഹത്താൽ നല്ല ഗുരുഭൂതരെ എനിക്ക് ലഭിച്ചു. അവരുടെ ആത്മാർത്ഥതയും അവരുടെ ആ പ്രതിബദ്ധതയും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പ്രചോദനമായിരുന്നു. അപ്പം ഞങ്ങളുടെ റെക്ടർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഫാദർ ജോൺ പുത്തങ്കരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 3-ാം പ്രാവശ്യമാണ് റെക്ടറായിട്ട് നിയമിതനായത്. അദ്ദേഹം ഏതായാലും ഞങ്ങളോടൊക്കെ വളരെ സ്നേഹപൂർണ്ണമാണ് വർത്തിച്ചത്. ഒരു പിതാവിനടുത്ത ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞങ്ങളുടെ ആ ബാച്ചിൽ 20 പേരാണ് ഉണ്ടായിരുന്നത്. ആ 20 പേരിൽ ചിലരൊക്കെ ഇടയ്ക്ക് വെച്ച് പഠനം വേണ്ടെന്ന് വെച്ചു. അവസാനം 8 പേര് പിടിച്ചു നിന്നു. 8 പേര് വൈദികരായി അഭിഷിക്തരായി. 2 വർഷം സെമിനാരിയിൽ ഒരുമിച്ച് ഞങ്ങൾ താമസിച്ചു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത്. വീട്ടിൽ നിന്ന് മാറി സെമിനാരിയിൽ എത്തിയപ്പോൾ വിശുദ്ധ കൊച്ചു തെരേസ്യായുടെ ജീവിതത്തിൽ വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഞാൻ ആയിരിക്കേണ്ടിടത്ത് എത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്ന് കൊച്ചു തെരേസ്യ പറയുന്നത്. അതുകൊണ്ട് അതേ ഒരു സന്തോഷമാണ് എനിക്കും ഉണ്ടായത്. ഞാൻ ആയിരിക്കേണ്ടിടത്ത് ഞാൻ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം. ആയിരിക്കേണ്ടതെന്ന് വെച്ചെന്നാൽ ഒരു സെമിനാരിയിൽ പരിശീലനത്തിൻ്റെ ഫലമായിട്ട് വൈദിക അന്തസ്സിലേക്കുള്ള പ്രവേശനം. അപ്പോൾ അത് നടക്കണമെങ്കിൽ സെമിനാരിയിലേക്ക് വരണം. അപ്പോൾ ആ സെമിനാരിയിൽ വന്നപ്പോൾ ഞാൻ ആയിരിക്കേണ്ടിടത്ത് എത്തിച്ചേർന്നതിൻ്റെ ആ ഒരു സന്തോഷം എനിക്കുണ്ടായി. സെമിനാരി ജീവിതം വളരെയേറെ സന്തോഷപ്രദമായൊരു ജീവിതമായിരുന്നു. വലിയ നടപടിക്രമങ്ങളൊന്നും കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനപ്രകാരം അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് സെമിനാരിയിലേക്ക് സ്വീകരിച്ച ജേക്കബ് മനത്തോടത്ത് എന്ന വൈദിക വിദ്യാർത്ഥിയുടെ വഴികൾ ഒരിക്കലും മോശമായിരുന്നില്ല. അദ്ദേഹം എക്കാലവും ഒരു മാതൃകാ വിദ്യാർത്ഥിയായി പരിഗണിക്കപ്പെട്ടു. എന്നും ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ ശ്രദ്ധിച്ച അധികാരികൾ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. 2 വർഷത്തെ മൈനർ സെമിനാരി പഠനത്തിന് ശേഷം അദ്ദേഹത്തെ പൂനെ പേപ്പൽ സെമിനാരിയിലേക്ക് അയക്കുകയായിരുന്നു അത്. സെമിനാരിയിലെ ചിലരൊക്കെ എന്നെ പേടിപ്പിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും, നിനക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിഷയം ലത്തീൻ ഭാഷ തന്നെയായിരുന്നു. പക്ഷേ ലത്തീൻ ഭാഷ ഞങ്ങളെ നന്നായിട്ട് അന്നത്തെ അച്ഛന്മാർ പഠിപ്പിച്ചു.
175 നിയമങ്ങളാണ് അന്നത്തെ ആ ലത്തീൻ ഭാഷയിൽ ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എനിക്ക് ദൈവാനുഗ്രഹത്താൽ പഠിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലത്തീൻ ഭാഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെന്ന് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കണം ഞാൻ രണ്ടാമത്തെ വർഷം അവസാനിക്കാറായപ്പോൾ എൻ്റെ റെക്ടർ എന്നോട് പറഞ്ഞു, ബ്രദറിനെ പൂനെയിലെ പേപ്പൽ സെമിനാരിയിൽ പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് പ്രവേശനം കിട്ടാൻ ഒരു ടെസ്റ്റുണ്ട്, ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷമായി. കാരണം പൂനെ പേപ്പൽ സെമിനാരി വളരെ ചുരുക്കം പേരെ മാത്രമേ അങ്ങനെ സെലക്ട് ചെയ്ത് അവിടേക്ക് അയക്കാറുള്ളൂ. പാറേക്കാട്ടിൽ പിതാവ് പഠിച്ച സെമിനാരിയാണ്, പിതാവിന് മുൻപ് ഉണ്ടായിരുന്ന കണ്ടത്തിൽ പിതാവ് പഠിച്ച സെമിനാരിയാണ്. വളരെ പ്രസിദ്ധമായ ഒരു സെമിനാരിയാണ് പേപ്പൽ സെമിനാരി എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സെമിനാരിയിൽ പോയി പഠിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മറ്റൊരു പരീക്ഷ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ എന്നോട് റക്ടച്ചൻ പറഞ്ഞു. ഞാൻ പരീക്ഷ എഴുതി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, പൂനെയിൽ നിന്ന് മറുപടി വന്നു, എനിക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും റക്ടച്ചൻ എന്നോട് എന്നെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ പരിപാലനയാണ് ഞാൻ അവിടെ കാണുന്നത്. തിരുസഭയുടെ നേതൃനിരയിലേക്ക് ഉയർന്നുവരേണ്ട ഭാവി ശുശ്രൂഷകരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുവാനായാണ് പൗരസ്ത്യ കത്തോലിക്ക സഭയ്ക്കായി പേപ്പൽ സെമിനാരി സ്ഥാപിതമായത്. ആദ്യം കാൻഡിയിലും പിന്നീട് പൂനെയിലുമായി പരിശീലനം നേടിയ പ്രഗത്ഭരായ പിതാക്കന്മാരും വൈദികരുമേറെയാണ്. അഭിവന്യ മനത്തോടത്ത് പിതാവിന്റെ സെമിനാരി പരിശീലന കാലയളവിൽ പൂനെ പേപ്പൽ സെമിനാരിയിൽ ചെലവഴിച്ച 8 വർഷങ്ങൾ അദ്ദേഹത്തിന് അവിസ്മരണീയമാണ്. അവിടെയും ഒരു മികച്ച വിദ്യാർത്ഥിയായി അദ്ദേഹം ഗണിക്കപ്പെട്ടു. പിന്നെ പൂനെയിൽ ചെന്നു. പൂനെയിലെ 8 വർഷം അവിടെ തുടർ പരിശീലനം നടത്തി. ആദ്യത്തെ വർഷം റെട്രിക് കോഴ്സ്, ഭാഷ പഠനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വർഷം. പിന്നീട് ഫിലോസഫി കഴിഞ്ഞിട്ട് തിയോളജി, അങ്ങനെ മൊത്തം 8 വർഷം നീണ്ടു നിന്ന ഒരു പരിശീലന കാലമായിരുന്നു അത്. ആദ്യത്തെ വർഷം വെക്കേഷൻ കാലം പൂനെയിൽ തന്നെ ഞങ്ങൾ ചിലവഴിച്ചു. രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വെക്കേഷൻ കാലം ആയപ്പോൾ റക്ടച്ചൻ ഞങ്ങളെ അറിയിച്ചു, ഏതായാലും ഈ വർഷം നിങ്ങൾക്ക് നാട്ടിൽ പോകാം, 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി. പിന്നീട് എല്ലാ വർഷവും വെക്കേഷൻ കാലത്ത് വീട്ടിൽ വരാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ സന്തോഷം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ആ സന്തോഷം ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം തന്നെ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അതും വളരെ സന്തോഷപ്രദമായിരുന്നു. കാരണം സെമിനാരിയിലേക്ക് തിരിച്ചു പോവുക, പഠനം തുടരുക, അതും വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. ദൈവം എന്നെ നയിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം എനിക്ക് അനുമാനിക്കാനായിട്ട്. അല്ലെങ്കിൽ വളരെയേറെ ഈ നിരുത്സാഹപ്പെടുത്തലുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിച്ചെങ്കിൽ അതിൻ്റെ കാരണം ദൈവം എന്നെ അപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. പൗലോസ്ലീഹായുടെ വാക്കുകൾ കൊരിന്തോസുകാർക്ക് 1 ലേഖനം 15:10, ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരത്താലാണ്. അഭിവന്യ മനത്തോടത്ത് പിതാവ് തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ ഒന്ന് കുടുംബത്തിൽ തനിക്കായി ഉയർന്ന പ്രാർത്ഥനകളും മറ്റൊന്ന് വിവിധ ഇടവക വികാരിമാർക്കും ഇടവക അംഗങ്ങൾക്കും ഉണ്ടായിരുന്ന സ്നേഹവുമാണ്. തന്നെ ആത്മീയമായി ഏറെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത പ്രധാന ഘടകങ്ങളായിരുന്നു അവ എന്ന്
അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു ദൈവവിളി വളർന്ന് ഫലം ചൂടുന്ന കാര്യത്തിൽ കുടുംബത്തിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും വലിയ പങ്കിനെ ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വൈദിക അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം തുടങ്ങിയ കാലം മുതൽ എൻ്റെ കുടുംബം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വൈദികനായി തീരുന്നതിന് വേണ്ടി, ഒരു നല്ല വൈദികനായി തീരുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ തുറന്നു വന്ന വികാരിച്ചന്മാരും എന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഓർമ്മിക്കുക. ആ വികാരിച്ചന്മാരിൽ ഒരാൾ ഒരിക്കൽ എൻ്റെ വീട് സന്ദർശിച്ച അവസരത്തിൽ എൻ്റെ മാതാപിതാക്കളോട്, കുടുംബാംഗങ്ങളോട് പറഞ്ഞു, മകൻ സെമിനാരിയിൽ പോയിരിക്കുകയല്ലേ, അച്ഛനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും നിത്യപുരോഹിതനായ ഈശോ എന്നുള്ള പ്രാർത്ഥന വീട്ടിൽ ചെല്ലണം, ചൊല്ലി ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വൈദികനായി തീരാനും, ഒരു നല്ല വൈദികനായി തീരാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആ അച്ഛൻ കുടുംബാംഗങ്ങളെ ഉപദേശിച്ചു. അവരാ ഉപദേശം സ്വീകരിച്ച് അന്ന് മുതൽ എൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന കൂടി ചൊല്ലിത്തുടങ്ങി. ഇന്നും എൻ്റെ വീട്ടിൽ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് അച്ഛന്മാരുടെയൊക്കെ പ്രോത്സാഹനം എനിക്ക് ലഭിച്ചു. അതിൻ്റെ എല്ലാ ഫലമായിട്ട് തിരുപ്പട്ടം സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലേക്കൊക്കെ പ്രവേശിച്ചു. പരിശുദ്ധാത്മാവ് ജ്ഞാനം പകർന്നു നൽകി വളർത്തിയെടുത്ത ദൈവത്തിൻ്റെ പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകൻ. ആ ജീവിതത്തിലുടനീളം നാം കാണുന്നത് വലിയ കരുണയോടെ ദൈവം അദ്ദേഹത്തെ കരം പിടിച്ചു നടത്തിയ അനുഭവങ്ങളാണ്. തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ദൈവഹിതമനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ സകലർക്കും ഈ ജീവിതം പ്രചോദനം പകരട്ടെ. അരമനയിലെ എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ, അന്നത്തെ വിശുദ്ധൻ്റെ ജീവിത ചരിത്രം വായിക്കുന്ന ഒരു പതിവുണ്ട്. അന്ന്, അതായത് നവംബർ മാസം 4-ാം തീയതിയിലെ വിശുദ്ധ ചാൾസ് ബൊറോമിയാണ്. അദ്ദേഹത്തെ പറ്റിയാണ് അന്ന് വായിച്ചത്. അദ്ദേഹം എടുത്ത ഒരു പ്രതിജ്ഞയെപ്പറ്റി അവസാനം വായിച്ചത് ഞാൻ അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ഓർമ്മയിലേക്ക് ഞാനത് ഓർമ്മയിൽ സൂക്ഷിച്ചു. ഇന്നും അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വൈദികനായി ഞാൻ ഏത് ലക്ഷ്യത്തെയും മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പ്രയാണം ആരംഭിച്ചു. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൻ്റെ ആ സന്തോഷം, ഒരു വൈദികനായി തീരാൻ സാധിച്ചതിൻ്റെ ആ സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. ദൈവത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചു. അങ്ങനെ ഒരു നിയമനം കിട്ടിയപ്പോൾ എനിക്ക് വലിയ പേടിയായിരുന്നു. കത്തീഡ്രൽ പള്ളി, എറണാകുളം ടൗണിലുള്ള ആ പള്ളി, അവിടെ വരുന്നവർ ഈ ഹൈക്കോടതി ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരും അതുപോലെ തന്നെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതേസമയം അതൊരു വലിയൊരു വെല്ലുവിളി കൂടിയാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ എനിക്കെൻ്റെ ശുശ്രൂഷ ബുദ്ധിമുട്ട് കൂടാതെ നിർവഹിക്കാനായിട്ട് സാധിച്ചു.